ഫോട്ടോഗ്രാഫിയുടെ ഒരുപാട് ലെസൺസ് നമ്മുടെ ചാനലിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാമറ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ക്യാമറ ആയാലും നമ്മൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എടുക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരു മോഡലിനെ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കണ്ണിൽ വരുന്ന ക്യാച്ച് ലൈറ്റാണ്. ഇപ്പോൾ ഈ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ്, ശരിക്കും ഫോറസ്റ്റിൻ്റെ ഭാഗം തന്നെയാണ്, ഭാഗമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ആണ് ഇവിടെ. ഈ ആംബിയൻസിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് കണ്ണിൽ മിക്കവാറും ക്യാച്ച് ലൈറ്റ് വരാറില്ല. ഉദാഹരണത്തിന് ഞാനൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫ്ലാഷ് ഒന്നുമില്ല, ഞാൻ നോർമലി ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ്. ഞാൻ മോഡലിനെ പരിചയപ്പെടുത്തിയില്ല. അഞ്ജലിയാണ് മോഡൽ. വീട് എവിടെയാണ്? കൊല്ലത്താണ് വീട്. ഓക്കെ, അഞ്ജലി വാഗമണ്ണ് നമ്മുടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, റെഡി? അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോയിൽ ഫ്ലാഷ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ കണ്ണിൽ വരുന്ന ക്യാച്ച് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്കൈൻ്റെ മൊത്തത്തിലൊരു ലൈറ്റാണ് ഉണ്ടാവുള്ളൂ. നമുക്കൊരു സ്പോട്ടായിട്ടും നമുക്ക് ഈ ക്യാച്ച് ലൈറ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഫോട്ടോക്ക് നമുക്കൊരു കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമുക്ക് ക്യാച്ച് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ണൊരു ഷാർപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മളെപ്പോഴും ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഒരു ഫോട്ടോ കാണുമ്പോഴും ഒരാളെ കാണുമ്പോഴൊക്കെ നമ്മളെപ്പോഴും കണ്ണിലേക്കാണ് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷാർപ്പായിട്ട് ഫീൽ ചെയ്തെങ്കിൽ നമുക്ക് ആ ഫോട്ടോയിൽ ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് വേണം കരുതാൻ. അങ്ങനെയാണ് നമ്മൾ സാധാരണ കരുതുക. ഒരു കണ്ണിലൊന്നും പ്രത്യേകിച്ച് ഒരു ക്യാച്ച് ലൈറ്റ് ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് ഷാർപ്പായിട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വെച്ചാൽ നമ്മുടെ ക്യാമറയുടെ ഫ്ലാഷ്, ഇപ്പോൾ ഒരു ഡേ ടൈമാണ്, ഇവിടെ ആക്ച്വലി ഫ്ലാഷിൻ്റെ ആവശ്യമില്ല. പലരും ഫ്ലാഷ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കില്ല, നമ്മൾ റിഫ്ലക്ടറൊക്കെ വെച്ചെടുക്കുക, അതല്ലെങ്കിൽ ഒരു വൈഡായിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മൊത്തത്തിലൊരു ക്ലൗഡ് മൂടിയ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് നമുക്ക് വലിയ വെയിലിൻ്റെ ഷാഡോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പടങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. പക്ഷേ ക്യാച്ച് ലൈറ്റ് നമുക്ക് കണ്ണിൽ കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലാഷ് ഒന്ന് ഓൺ ചെയ്തിട്ട്, ഈ ഫ്ലാഷിൻ്റെ സെറ്റിങ് ഞാൻ മാറ്റാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്ലാഷ് ഞാൻ TTL അല്ല ഇട്ടിട്ടുള്ളത്. TTL ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഫയർ ചെയ്യുമ്പോൾ, നന്നായിട്ട് ഫയർ ചെയ്യുമ്പോൾ നമുക്കത് ഫ്ലാറ്റ് ആവും പിക്ചർ. അപ്പോൾ ഇവിടെ കുറച്ച് ഷെയ്ഡൊക്കെ ഉള്ളതുകൊണ്ട്, അതായത് ക്ലൗഡിൻ്റെ ഒരു ഓവർകാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്തായിട്ടുള്ള ലൈറ്റാണ് നമുക്ക് അഞ്ജലിൻ്റെ മുകളിൽ കിട്ടുക. അപ്പോൾ ലൈറ്റ് കറക്റ്റാണ്. ഇനി നമുക്കൊരു ക്യാച്ച് ലൈറ്റ് മാത്രമേ കൊടുക്കാനുള്ളൂ. അപ്പോൾ TTL ഞാൻ മാറ്റിയിട്ട് ഫ്ലാഷിൻ്റെ സെറ്റിങ്ങിൽ പോയിട്ട് നമുക്ക് മാനുവൽക്ക് മാറ്റാം. മാനുവൽക്ക് മാറ്റിയിട്ട് ഫ്ലാഷിൻ്റെ പവർ ഞാനിപ്പോൾ 1/16 കുറച്ച് കൊടുത്തിരിക്കുകയാണ്. കാരണം ശരിക്കും ഫേസിലൊന്നും എനിക്ക് ലൈറ്റ് വേണ്ട, കണ്ണിൽ ആ ഫ്ലാഷിൻ്റെ ഒരു ക്യാച്ച് ലൈറ്റ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഫ്ലാഷ് വെച്ചിട്ട് 1-2 ഫോട്ടോ എടുത്ത് നോക്കാം. ഈ പടത്തിൽ നമുക്ക് ബിൽറ്റിൻ ഫ്ലാഷിൻ്റെ ക്യാച്ച് ലൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് ഒരു എക്സ്ട്രാ ഫ്ലാഷ് വെച്ച് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് വേണ്ടാതെ ക്യാച്ച് ലൈറ്റിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഫ്ലാഷിലൊരു സംവിധാനമുണ്ട്. വേറൊരു ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഫ്ലാഷ് ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഗോഡോക്സിൻ്റെ ഒരു V860 എന്ന് പറഞ്ഞ ഫ്ലാഷ്. അപ്പോൾ ഏത് ഫ്ലാഷിലാണെങ്കിൽ നമുക്കിവിടെ ഇതുപോലത്തെ ഒരു സംഭവം കിട്ടും. ഇത് നമ്മൾ ക്യാച്ച് ലൈറ്റിന് വേണ്ടിയിട്ടാണ് സാധാരണ യൂസ് ചെയ്യുക. പലപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഇൻഡോറൊക്കെ എടുക്കുന്ന സമയത്ത്, ബൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ക്യാച്ച് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയാം, ക്യാച്ച് ലൈറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലാഷ് ഫയർ ചെയ്യുമ്പോൾ ഫ്ലാഷ് നമുക്ക് സ്കൈക്ക് പോകും. ഫ്ലാഷ് നമ്മളെ ഇമേജിനെ ഒട്ടും ബാധിക്കില്ല. പക്ഷേ ഫ്ലാഷ് ഇവിടെ തട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്യാച്ച് ലൈറ്റ് നന്നായിട്ട് കിട്ടും ചെയ്യും. നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ക്യാച്ച് ലൈറ്റ് കിട്ടും. അപ്പോൾ അതിലും കൂടെ നമുക്ക് പടർത്ത് നോക്കാം. അതേക്കോട്ടെ, കുഴപ്പമില്ല. കുറച്ച് ഫ്രണ്ട് ഈ കൈ ഒന്ന് പൊക്കിക്കോ. അപ്പോൾ നമ്മളിവിടെ ക്യാച്ച് ലൈറ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമ്മൾ നോക്കി. നമ്മൾ ഫ്ലാഷിൻ്റെ ബിൽറ്റിൻ ഫ്ലാഷ് പവർ കുറച്ച് അടിച്ചിട്ട് നമ്മൾ കണ്ണിൽ ക്യാച്ച് ലൈറ്റ് ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മളെ ഫ്ലാഷിൻ്റെ മുകളിലെ ബൗൺസ് കാർഡ് പൊക്കി വെച്ചിട്ടും ക്യാച്ച് ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റി. ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ശരിക്കും മുഖത്ത് കിട്ടുകയും ചെയ്തു, ക്യാച്ച് ലൈറ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട് നമ്മൾ ക്യാച്ച് ലൈറ്റ് കണ്ണിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫോറസ്റ്റ് ആംബിയൻസിലോ അതല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഡേ ലൈറ്റിൽ, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഓവർകാസ്റ്റുള്ള ക്ലൗഡിയൊക്കെ ആയിട്ടുള്ള സമയത്തൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ക്യാച്ച് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള ബൗൺസ് കാർഡോ അതല്ലെങ്കിൽ ക്യാമറമുള്ള ചെറിയ ബിൽറ്റിൻ ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് വെച്ചിട്ടൊക്കെ നമുക്ക് വളരെ മനോഹരമായ രീതിയിലുള്ള ക്യാച്ച് ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളൊരു മൊബൈൽ ഷൂട്ടർ ആണെങ്കിൽ പോലും മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലാഷും കൂടെ മാനുവൽ ഓണാക്കി വെക്കുക. കാരണം നമ്മൾ പുറത്ത് പോയിട്ട് മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ഫ്ലാഷ് ഓഫായി പോകും. അപ്പോൾ മാനുവലായിട്ട് ഫ്ലാഷ് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ മൊബൈലിൽ നമുക്ക് നല്ല പിക്ചർ എടുക്കേണ്ട കൂടുതൽ നമുക്കൊരു ക്യാച്ച് ലൈറ്റും കൂടെ എടുക്കാൻ പറ്റും. സോ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വളരെ ചെറിയ ടിപ്പുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ആൾ.
പോയിക്കോട്ടെ. റെക്കോർഡിങ് ഓഫാക്കടാന്ന് പറഞ്ഞാൽ എന്താ അറിയാം, അഥവാ കുത്താണെങ്കിൽ അതുകൂടെ എടുക്കാലോ. അത് കിട്ടിയോ? അത് പൊളിച്ചു.